ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യ ചാപ്റ്ററിലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പൊ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓർമ്മിക്കാം, ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മുഴുവൻ കുട്ടികളും ചോദ്യങ്ങൾ എഴുതിയെടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PQ അടക്കമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, ഓർമ്മിക്കുക, നമ്മുടെ എക്സാം റിസൾട്ട് യൂട്യൂബ് വഴി തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യും. പേരും അവരുടെ സ്കൂളും ഒക്കെ നമുക്ക് യൂട്യൂബ് ക്ലാസ് വഴി തന്നെ അറിയിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ പറഞ്ഞു. 6ാമത്തെ ചോദ്യം, നിങ്ങൾ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നന്നായി ചോദിക്കണം. മാത്സ് ഒരിക്കലും സംശയങ്ങൾ വെച്ചിട്ട് പഠിക്കാനേ പാടില്ല. അങ്ങനെ പഠിച്ചാൽ എന്ത് സംഭവിക്കും? മാത്സും വെറുത്തു പോകും, മാത്സ് പഠിപ്പിക്കുന്ന മാഷയും വെറുത്തു പോകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 6ാമത്തെ ചോദ്യം എന്താണ്? 6ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 8ാമത്തെ പദം 12ഉം 12ാം പദം 8ഉമാണ്. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക എന്നതാണ് ചോദ്യം. ഓക്കെ, 8ാം പദം A8 12. A8 12 ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണേ. A8 12, A12 12ാം പദം 8. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. 8ാം പദം 12ഉം 12ാം പദം 8ഉം 4ാം പദം 8ഉം 8ാം പദം 4ഉം ഇങ്ങനെ തിരിഞ്ഞു വരുന്ന കേസിൽ എപ്പോഴും പൊതുവ്യത്യാസം -1 ആയിരിക്കും. ഞാൻ റെഡിമെയ്ഡായി പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, -1 ആയിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത് ചോദ്യം പോലെ തന്നെ ചെയ്യാം. ഓക്കെ, 12ാം പദത്തിൽ നിന്ന് 8ാം പദം കുറച്ചാൽ എന്ത് കിട്ടും? 4D കിട്ടും. ഓക്കെ, 12ാം പദം എന്താണ്? 8. 8ാം പദം എന്താണ്? 12 ഈക്വൽ ടു 4D. 8ൽ നിന്ന് 12 കുറച്ചാൽ ഹബീബ് എന്താണ്? 8ൽ നിന്ന് 12 കുറച്ചാൽ -4 ഈക്വൽ ടു 4D. D ഈക്വൽ ടു -4/4 ഈക്വൽ ടു -1. ഓക്കെ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? -1 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് എഴുതിയാൽ 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ചോദ്യം എന്താണ്? ഇതിലെ ഈ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, അതായത് അൾജിബ്രായിക് ഫോം എഴുതണം. അത് നമ്മൾ ആദ്യത്തെ പദം കാണണ്ടേ? ഇങ്ങോട്ട് ആദ്യ പദം കാണണ്ടേ? ഓക്കെ, ആദ്യ പദം കാണണം. ആദ്യ പദം കാണാൻ A8ൽ നിന്നും എന്ത് കുറക്കണം? 8ാം പദത്തിൽ നിന്നും 7 പൊതുവ്യത്യാസം കുറക്കണം. റെഡി അല്ലേ? റെഡിയാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ 2ാം ചോദ്യം ചെയ്തതാണ്. ഓക്കെ, അപ്പോ A8 8ാം പദം 12 കുറക്കണം 7D 7 ഇൻറ്റു -1 ഈക്വൽ ടു 12 മൈനസ് 7 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -7 ഈക്വൽ ടു 12 പ്ലസ് 7 ഈക്വൽ ടു 19 എന്ന് കിട്ടി. 19 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പദം 19 എന്ന് കിട്ടിയിട്ടുണ്ട്. ഡൺ, റെഡി, 19 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്? ബീജഗണിത രൂപം, അൾജിബ്രായിക് ഫോം കാണണം. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? A+. ഈ ഇക്വേഷൻ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. A+n-1 into D. ഓക്കെ, A എന്താണ്? ആദ്യ പദം പറയൂ 19 പ്ലസ് n-1 into D എന്താണ്? D എന്താണ്? -1. ഓക്കെ, -1. ഓക്കെ, 19 പ്ലസ് n into -1 മൈനസ് n. n into -1 മൈനസ് n. ഇനി -1 into -1 പ്ലസ് 1 -1 into -1. 2 മൈനസ് ആണ്. നമ്മൾ വേറെ എല്ലാപ്പോ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മൈനസ് കൂട്ടാനും കുറക്കാനും അറിയാത്തവർ നമ്മൾ വീഡിയോ കാണണേ. ഓക്കെ, പ്ലസ് 1. അപ്പൊ n into -1 മൈനസ് n. -1 into -1 പ്ലസ് 1. ഓക്കെ, ഇനി നമ്മള് ഈ n-നെ ഇപ്പോൾ മാറ്റി വെക്കുന്നു. -n. ബാക്കി എന്താണുള്ളത്? 19 പ്ലസ് 1 എന്താണ്? +20. അപ്പോ -n പ്ലസ് 20 എന്ന് എഴുതിയാൽ എന്ത് കിട്ടി? ഉത്തരം കിട്ടി. എന്ത് കിട്ടി? മാർക്കും കിട്ടി. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 8ാം പദം 12ഉം 12ാം പദം 8ഉം ആണെങ്കിൽ പൊതുവ്യത്യാസം -1 ആയിരിക്കും എന്നുള്ള ഒരു റെഡിമെയ്ഡ് കൺസെപ്റ്റ്. അതെല്ലാ സാർമാരും പറയാൻ നമുക്ക് അറിയില്ല. ഞാൻ എന്തായാലും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും റെഡിമെയ്ഡ് കൺസെപ്റ്റ് എഴുതരുത്. ചെയ്യണം. എങ്ങനെ കിട്ടുന്നത് ചെയ്യണം. ഓക്കെ, -1 പൊതുവ്യത്യാസം കിട്ടി. നമ്മൾ അൾജിബ്രായിക് ഫോം കാണേണ്ടത്. അതുകൊണ്ട് A+n-1 into D ഇക്വേഷൻ ചെയ്തു, സോൾവ് ചെയ്തു. -n into -n plus 20 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ -n plus 20 എന്താണ്?
എന്നിന് 1 കൊടുത്താൽ എത്ര കിട്ടും? 1-ാം പദം കിട്ടും. എന്നിന് 2 കൊടുത്താൽ 2-ാം പദം കിട്ടും. റെഡി അല്ലേ? ചെയ്ത് കാണിക്കണോ? വേണ്ട. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമാന്തര, ഇത് ശ്രദ്ധിക്കണം, പല കുട്ടികളും തെറ്റായി എഴുതിയ ഒരു ചോദ്യം. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് തെറ്റിച്ച ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം, തുകയുടെ ബീജഗണിത, ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പറയാം, ബീജഗണിത രൂപം an ഈക്വൽ ടു, തുകയുടെ ബീജഗണിത രൂപം n സ്ക്വയർ മൈനസ് 2n ആണ്. ഓക്കെ, ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എന്ത്? സമാന്തര ശ്രേണി എഴുതുക. ഫസ്റ്റ് ടേം എന്തും ചോദിച്ചിട്ടുണ്ട്. അടുത്ത പ്രോഗ്രഷൻ എഴുതണം. 3ാമത്തെ ക്വസ്റ്റ്യൻ 15ാമത്തെ പദം കാണണം. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പറയാം. The expression for the sum of n terms of sum of n terms, ആ ഒരു വാക്കില്ലേ, sum of n terms, ആ ഒരു വാക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട വാക്കാണ് തുക, തുക, തുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് തുക തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നിന് 1 കൊടുത്താൽ എന്ത് കിട്ടും? ആദ്യ പദത്തിന്റെ തുക കിട്ടും. ഓക്കെ, എന്നിന് 2 കൊടുത്താൽ 2-ാം പദമാണ് കിട്ടുക? ഒരിക്കലല്ല, 2 പദങ്ങളുടെ തുകയാണ് കിട്ടുക. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ എന്നിന് 1 കൊടുത്തു നോക്കാം. എന്നിന് 1 കൊടുത്തു നോക്കാം. n ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1. 1 സ്ക്വയർ എന്താണ്? 1. 1 സ്ക്വയർ 1 മൈനസ് 2 ഇൻറ്റു 1, 2 ഈക്വൽ ടു 1 മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടി. ഇത് എന്താണ്? ആദ്യ പദത്തിന്റെ തുകയാണ്. അപ്പൊ ആദ്യ പദം ഇത് തന്നെയായിരിക്കും. അപ്പൊ ആദ്യ പദം a1 എന്താണ്? മൈനസ് 1. ഇനി n 2 കൊടുക്കാം. ഓക്കെ, n ഈക്വൽ ടു 2. അപ്പൊ എന്ത് കിട്ടും? 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ 4 മൈനസ് 2 ഇൻറ്റു 2, 4 ഈക്വൽ ടു 0. ഇത് 2-ാമത്തെ പദാണോ? 2-ാം പദമല്ല, ഇത് 1-ാം പദവും 2-ാം പദവും കൂട്ടി കിട്ടുന്നതാണ് ഇത്. അപ്പൊ 2-ാം പദം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 0 കുറക്കണം 1-ാം പദം. എന്താണ്? മൈനസ് 1. മൈനസ് 1 എങ്ങനെ കിട്ടിയത്? 1-ാം പദം മൈനസ് 1 ആണ്. അപ്പൊ എന്നീ 2 കൊടുത്താൽ കിട്ടുന്നതിൽ നിന്നും 1-ാം പദം കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 2-ാം പദം കിട്ടും. 0 മൈനസ് മൈനസ് 1 എന്താണ്? 0 പ്ലസ് 1 ഈക്വൽ ടു 1. ഇപ്പൊ 2-ാം പദം a2 എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി എന്നിന് 3 കൊടുക്കാം. എന്നിന് 3 കൊടുത്താൽ കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും ഇത് കുറച്ചാൽ എന്ത് കിട്ടും? 3-ാം പദം കിട്ടും. ഓക്കെ, എന്നിന് 3 കൊടുത്ത് നോക്കാം. നമുക്ക് ഇത് കിട്ടിയാൽ തന്നെ ഉത്തരം പറയാൻ പറ്റും. -1, 1. അടുത്ത സംഖ്യ ഏതായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കാം. n ഈക്വൽ ടു 3 നോക്കാം. 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 ഈക്വൽ ടു 3 സ്ക്വയർ എന്താണ്? 9 മൈനസ് 6 ഈക്വൽ ടു 3. ഇത് 3-ാം പദാണോ? ഇതൊരു സംഭവം 3-ാം പദാണ്, പക്ഷെ എന്നാലും 3-ാം പദം അല്ല. അപ്പൊ 3-ാം പദം കാണാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഇത് കുറക്കണം. അതായത് 3 കുറക്കണം 2 പദങ്ങളുടെ തുക 0 ഈക്വൽ ടു 3 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ 3-ാം പദം എന്താണ്? 3. എന്താ പറഞ്ഞ? 3-ാം പദാണോ എന്ന് വെച്ചാല് 3-ാം പദം അല്ല, ഇത് 3 പദങ്ങളുടെ തുകയാണ്. ഓക്കെ, അപ്പൊ സമാന്തര ശ്രേണി കിട്ടി. എന്താണ് സമാന്തര ശ്രേണി? എന്താണ്? -1, 1, 3 എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. ക്ലിയർ അല്ലേ? ഈ ചോദ്യങ്ങൾ ഉറപ്പായി SSC ചോദിക്കും. ഒരു 90% ഗ്യാരണ്ടി. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ടൈപ്പ് പഠിക്കാതെ ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ചെയ്തു, B ചെയ്തു. അപ്പൊ 3-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 15-ാമത്തെ പദം കാണണം. നമ്മൾ പണ്ടത്തെ പഠിച്ച ഇക്വേഷൻ പിന്നെ എടുക്കുന്നു. എന്താണ് ഇക്വേഷൻ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇവിടെ a എന്താണ്? ആദ്യ പദം -1. പൊതുവ്യത്യാസം എത്രയാണ്? അറിയില്ല, കാണണ്ടേ? a2 മൈനസ് a1 അല്ലേ? a2 എന്താണ്? 1 മൈനസ് -1 ഈക്വൽ ടു 1 പ്ലസ് 1 2. പൊതുവ്യത്യാസം 2 കിട്ടി. ഓക്കെ, ചെയ്യാം. 15-ാം പദം കാണണം. a പ്ലസ് -1 പ്ലസ് n മൈനസ് 1. n 15 ആണ് അല്ലേ? അപ്പൊ n മൈനസ് 1 എന്തായിരിക്കും? 14 ഇൻറ്റു d എന്താണ്? 2 അല്ലേ? ഓക്കെ, -1 പ്ലസ് 28 ഈക്വൽ ടു 27 എന്ന് കിട്ടും. അപ്പോ എന്താ 27 കിട്ടിയത്? 15-ാമത്തെ പദം 27.
മക്കളെ ഈ ഒരു ടൈപ്പ് ചോദ്യം, ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ ചെയ്യുന്നത് പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ അബദ്ധമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം കഴിഞ്ഞു. 3 മാർക്കിന്റെ ചോദ്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ടൈപ്പ് വെരി ഇമ്പോർട്ടന്റ് ടൈപ്പ് ആണ്, അതും കൂടി ഓർമ്മിപ്പിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൂടെ പോകാല്ലേ? ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ. 12, 24, 36 എക്സെട്ര. 12, 24 നിങ്ങൾ ഉത്തരം ചെയ്യുമ്പോൾ ചോദ്യം കൂടി എഴുതി വെക്കണം കേട്ടോ. 12, 24, 12, 24, 36 എന്ന സമാന്തര ശ്രേണിയുടെ 50ാം പദം എന്തെന്ന് ചോദ്യം. 15th ടേം 50ാം പദം കാണണം. പിന്നെ 50 പദങ്ങളുടെ തുക സം കാണണം. ക്വസ്റ്റ്യൻ അറിയാത്ത ആളുകളാണ്, എക്സാം എഴുതാത്ത ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ 50ാം പദം കാണാൻ ചോദിച്ചിരിക്കുന്നു. എന്ത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? a + n - 1 × d. അല്ല, ഇവിടെ d എന്താണ്? 24 - 12 എന്താണ്? d എന്താണ് പറയണ്ടല്ലോ. d എന്താണ്? 24 12 കുറച്ചാൽ 12 കിട്ടും. d 12 ആണ്. ഓക്കെ ഓക്കെ, ചെയ്യാം. a + n - 1 എത്ര പദം കാണേണ്ടത്? 50ാമത്തെ പദം കാണണം അല്ലെ? a 12 + n - 1. n 50 ആണോ? n - 1 എന്തായിരിക്കും? 49 × d എന്താണ്? 12. റെഡി? 49 × 12 എന്താണ്? 49 × 12 588 ആയിരിക്കും. ചെയ്ത് നോക്കാം. 9 2 18 2 1 ബാക്കി 2 4 8 3 9 1 9 1 4 4 8 9 18 8 1 ബാക്കി 588. ഓക്കെ, 12 + 588 = 600. 600 എന്ന് കിട്ടി. 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 50 പദങ്ങളുടെ തുക കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് മാറ്റണ്ടേ? ഓക്കെ, 50 പദങ്ങളുടെ തുക കാണാൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ? ചോദിച്ചിട്ടുണ്ട്. അപ്പോ കാണാം തുക ഇക്വേഷൻ എന്താണ്? n/2 × a1 + an. a 50 അല്ലെ? സംശയമില്ലാതെ ചോദിക്കാം, കുഴപ്പമില്ല. അപ്പൊ നോക്കൂ, n/2 എത്ര പദം തുക കാണാൻ പറഞ്ഞ 50 അല്ലേ? അപ്പൊ ശ്രദ്ധിക്കാം, 50/2 × a1 + a 50. 50ാം പദം എന്താണ്? നമ്മളിപ്പം കണ്ടിട്ടുണ്ട്. 50ാം പദം എന്താണ്? 600. a1 എന്താണ്? 12. മനസ്സിലായിട്ടില്ലേ? പറയണമെന്ന് പറയണം വേണ്ട. 12 + 600 അല്ലേ? ശ്രദ്ധിക്കാം, 50/2 എന്താണ്? 25 അല്ലേ? 12 + 600 612. ഒന്ന് ചെയ്ത് നോക്കൂ. 25 × 612. 25 × 612. 612 × 25. 2 5 10 0 1 ബാക്കി 1 5 5 1 6 5 6 30. 2 2 4 1 2 2 2 6 12 0 0 ഇതാണ് കിട്ടുന്നത്. 15,300 അല്ലേ? 15,300 അത് ശരിയാണ്. അപ്പോ ഇതാണ് തുക. നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണെന്ത്? n/2 × a1 + a50. ഓക്കെ, ഇതാണ്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 612 × 25 ചെക്ക് ചെയ്ത് നോക്കൂ. കിട്ടുന്നില്ലേ? 25 എങ്ങനെ കിട്ടുന്നത്? 25 50/2. ഓക്കെ, ശരിയാണ്. 2 10 0 1 ബാക്കി 1 5 1 6 5 6 30. 2 2 4 1 2 2 2 6 12. ഓക്കെ 3. ഓക്കെ 15 3. റെഡിയാണ്. ഒരിക്കലും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഈ ചോദ്യം ഞാൻ ഇടാനുള്ള കാരണം എന്താ അറിയാവോ? നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ തുക അഥവാ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ശരിയല്ലേ? പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ തുക കാണാനുള്ള അഥവാ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 × a1 + a50 ആണ്. റെഡി? മനക്കട്ടെ?
റെഡി അല്ലേ? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, 9ാമത്തെ ചോദ്യം. അത് പലർക്കും മനസ്സിലാവാത്ത ചോദ്യം, പലരും ചെയ്തിട്ടില്ല, തൊട്ട് വരെ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. അടുത്ത 9ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായെന്ന് തോന്നിയ ക്വസ്റ്റ്യൻ, പലരും ചെയ്യാത്ത ക്വസ്റ്റ്യൻ, തൊട്ട് നോക്കാത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണേ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 1 അതിലെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ഓക്കെ, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആണെങ്കിൽ ഒന്നാം പദം എന്ത്, രണ്ടാം പദം എന്ത്, മൂന്നാം പദം എന്ത്, നാലാം പദം എന്താ ചോദ്യം അല്ലെ. ഓക്കെ, ആദ്യ പദം 1, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പദം കൂട്ടണം, രണ്ടാം പദം കൂട്ടണം, മൂന്നാം പദം കൂട്ടണം, നാലാം പദം. ആദ്യത്തെ 4 പദങ്ങളുടെ തുക എന്താണ്? 100 ആണ്. ശ്രദ്ധിക്കണേ, നമ്മള് ക്ലാസ് 4 പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദവും അവസാന പദവും കൂട്ടിയാലും രണ്ടാം പദവും അവസാനത്തതിന്റെ മുമ്പുള്ള പദം കൂട്ടിയാലും ഒരേ സംഖ്യ കിട്ടും. ഓർമ്മയില്ലേ? അതായത് A1ഉം A4ഉം കൂട്ടിയാലും A2ഉം A3ഉം കൂട്ടിയാൽ ഒരേ സംഖ്യ കിട്ടും. ഓർമ്മിക്കാം, A1 plus A4 equal to A2 plus A3 അല്ലെ? ശരിയാണ്. കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? ഇല്ല. ഓർമ്മിക്ക, ഇത് മൊത്തം കൂട്ടിയാൽ 4 ആണ് അല്ലെ, സോറി 100 ആണ്. ഇപ്പോൾ 2 യൂണിറ്റ് ഉണ്ട്. അപ്പോ A1ഉം A4ഉം കൂട്ടിയാൽ 100ന്റെ പകുതി, ഇതും കൂട്ടിയാലും 100ന്റെ പകുതി. അതായത് A1 plus A4 equal to 50 അല്ലെ. A2 plus A3 equal to 50. മനസ്സിലായിട്ടില്ല? ഒറ്റ സംഖ്യ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം ഒറ്റ സംഖ്യ ആണെങ്കിൽ മാത്രല്ലേ എന്ന് ചോദിച്ചത്. ഓക്കെ, ഒറ്റ സംഖ്യ ആണെങ്കിൽ എന്താ പറഞ്ഞത്? ഒറ്റ സംഖ്യ ആണെങ്കിൽ അതായത് അഞ്ചാമത്തെ പദം ഒന്നാം പദത്തിന്റെയും അവസാന പദത്തിന്റെയും തുകയുടെ പകുതി ആയിരിക്കും നടുവൽ സംഖ്യ എന്ന കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യ പദവും അവസാന പദവും കൂട്ടിയാലും രണ്ടാം പദവും അവസാനത്തിന്റെ മുമ്പുള്ള പദം കൂട്ടിയാലും ഒരേ സംഖ്യ കിട്ടുമെന്ന് പറഞ്ഞത് എല്ലാത്തിനും ബാധകമാണ്. ഓർമ്മിക്കാം. റെഡി? അപ്പോ A1ഉം A4ഉം കൂട്ടിയാൽ 50 കിട്ടും, A2ഉം A3ഉം കൂട്ടിയാൽ 50 കിട്ടും അല്ലെ. A1 എന്താണെന്ന് അറിയാം. A1 എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ 1 പ്ലസ് A4 ഈക്വൽ ടു 50 അല്ലെ. അപ്പൊ A4 എന്ന് പറഞ്ഞാൽ A4 ഈക്വൽ ടു 50 മൈനസ് 1 ഈക്വൽ ടു 49. ഒന്നുകൂടി പറയാം. ഓർമ്മിക്കാം, A1 plus A2 plus A3 plus A4 equal to 100. A1ഉം A4ഉം കൂട്ടിയാലും A2 plus A3 കൂട്ടിയാലും ഒരേ സംഖ്യ കിട്ടും. അതായത് A1 plus A4 കൂട്ടിയാലും A2 plus A3 കൂട്ടിയാൽ ഒരേ സംഖ്യ കിട്ടും. അപ്പൊ 2 യൂണിറ്റ് ആണുള്ളത്. അപ്പൊ 100/2. അതായത് A1 plus A4 കൂട്ടിയാലും 50 ആണ്, A2 plus A3 കൂട്ടിയാൽ 50 ആണ്. A1 1 ആണ്, അതുകൊണ്ട് 1 plus A4 equal to 50. A4 equal to 50 minus 1 equal to 49. ഓക്കെ, അപ്പൊ A4 കിട്ടിയിട്ടുണ്ട്. A4 49 കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കാം, A1 എന്താണ്? 1. A4 എന്താണ്? 49. നമ്മൾ നേരത്തെ പഠിച്ച അതേ കൺസെപ്റ്റ് പിന്നെ ഉപയോഗിക്കുന്നു. A4ൽ നിന്ന് A1 കുറച്ചാൽ എന്ത് കിട്ടും? 3 പദ വ്യത്യാസം കിട്ടും അല്ലെ. A4 എന്താണ്? 49 കുറക്കണം A1 എന്താണ്? 1 ഈക്വൽ ടു 3D. അതായത് 48 ഈക്വൽ ടു 3D. ഇപ്പൊ D ഈക്വൽ ടു 48/3 ഈക്വൽ ടു 16. പൊതുവ്യത്യാസം 16 കിട്ടി. അപ്പോ ഓർമ്മിക്കായി പൊതുവ്യത്യാസം കിട്ടുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ. A4 49 കിട്ടി, A1 1 കിട്ടി. ഓക്കെ, അപ്പൊ 49 നിന്ന് കുറച്ചാൽ 3D കിട്ടും. 3D ആയിട്ട് 4 നിന്ന് കുറച്ചാൽ 3 അല്ലേ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ച് തരേണ്ട സംഭവമാണ്. കുറച്ച് സ്പീഡാക്കുന്നു. റെഡി? പൊതുവ്യത്യാസം 16 കിട്ടി. അപ്പൊ രണ്ടാമത്തെ പദം എന്താണ്? രണ്ടാം പദം പ്ലസ് ആദ്യ പദം പ്ലസ് ആദ്യ പദത്തോട് എന്ത് കൂട്ടി രണ്ടാം പദം കിട്ടാം? ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ അല്ലേ. ആദ്യ പദം 1 പ്ലസ് ഒരു പൊതുവ്യത്യാസം എത്രയാ? കോമൺ ഡിഫറൻസ് എത്രയാ? 16 ഈക്വൽ ടു 17 കിട്ടി. രണ്ടാം പദം 17 കിട്ടി. മൂന്നാം പദം
എന്താണ് A1 കൂടെ എന്ത് കൂട്ടണം 2 മുതൽ കൂട്ടണം. അതായത് A1 11 പ്ലസ് 2 16 32 ഈക്വൽ ടു 33 കിട്ടി. അപ്പോ രണ്ടാം പദം 17, മൂന്നാം പദം 33, നാലാം പദം 49 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ചോദ്യം നന്നായി ശ്രദ്ധിക്കുക. ഇതിന്റെ തുടക്കത്തിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ പിന്നെ കാണുക. ഓക്കെ, അപ്പൊ ഇത് നല്ല എക്സാം ആയിരുന്നു. കുറെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ചോദ്യമൊക്കെ വെറും ഉത്തരങ്ങൾ മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്കിന്റെ പകുതി വരെ കിട്ടാൻ സാധ്യതയില്ല. 1 മാർക്കൊക്കെ കിട്ടും. ഉത്തരങ്ങൾക്ക് മാർക്കുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ക്രിയകൾക്ക് ഒരുപാട് മാർക്കുണ്ട്. ആ ക്രിയകൾ നിങ്ങൾ ഉത്തര പേപ്പർ തന്നെ ചെയ്യുക, പുറത്ത് ചെയ്യരുത്. ആൻസർ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റിസൾട്ട് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യാം. യൂട്യൂബ് ക്ലാസ് വഴി തന്നെ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നന്നായി പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക. നമ്മുടെ ആദ്യ ചാപ്റ്ററിന്റെ ക്ലാസ് മുഴുവനായി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക, സംശയങ്ങൾ ചോദിക്കുക. അതുപോലെ രണ്ടാമത്തെ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, അതും നന്നായി പഠിക്കുക. അതിന്റെ എക്സാം ഉടനെ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, രണ്ടാം സമവാക്യങ്ങൾ, അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും എടുക്കാം. അപ്പോൾ ഗുഡ് ബൈ.